നമസ്കാരം. ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി ഡിഗ്രി ക്ലാസ്സുകളിലേക്ക് പ്രിയ വിദ്യാർത്ഥികൾക്ക് സ്വാഗതം. ഫണ്ടമെന്റൽസ് ഓഫ് പൊളിറ്റിക്കൽ സയൻസ് എന്ന പേപ്പറിലെ 4th ബ്ലോക്കിലെ 3rd യൂണിറ്റ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഗാന്ധിസം, റെലവൻസ് ഓഫ് ഗാന്ധിസം. ഗാന്ധിസത്തിന്റെ അതിന്റെ പ്രാധാന്യത്തെ കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ ആധുനിക സമൂഹത്തില് ഗാന്ധിസത്തിന്റെ റെലവൻസിനെ കുറിച്ചൊക്കെയാണ് നമുക്ക് ഈ ഒരു യൂണിറ്റിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ഗാന്ധിജിയെ കുറിച്ച് നമ്മൾ കുഞ്ഞു ക്ലാസ് മുതലേ പഠിച്ചതും അറിഞ്ഞതുമായ വിവരങ്ങളാണെങ്കിലും അത് ഒന്ന് നോക്കിയതിന് ശേഷം നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ആദ്യമായിട്ട് ഗാന്ധിജി, അദ്ദേഹത്തിന്റെ ജനനം നമുക്കറിയാം 1869 ഒക്ടോബർ 2-ാം തീയതി ഗുജറാത്തിലെ കത്തിയവാറിലെ പോർബന്തറിലാണ് അദ്ദേഹം ജനിക്കുന്നത്. പോർബന്തറിന്റെ ആദ്യകാല പേര് സുധാമാപുരി എന്നായിരുന്നു. ഇതൊക്കെ നമുക്കറിയാവുന്ന ഫാക്ട്സ് ആണ്. അദ്ദേഹത്തിന്റെ മരണം 1948 ജനുവരി 30 ബിർള മന്ദിറിൽ വെച്ചാണ് അദ്ദേഹം മരണപ്പെടുന്നത്. നാഥുറാം വിനായക ഗോഡ്സെയുടെ വെടിയേറ്റാണ് അദ്ദേഹം മരണപ്പെടുന്നത്. ഈ ദിവസം ജനുവരി 30 നമ്മൾ ഇന്ത്യയിലെ രക്തസാക്ഷി ദിനമായിട്ട് ആചരിക്കുന്നത്. അദ്ദേഹത്തിന്റെ മഹാത്മാ എന്ന് അദ്ദേഹത്തെ അഭിസംബോധന ചെയ്തത് ടാഗോർ ആണ്. ഇന്ത്യയുടെ മഹാത്മാവ്, അതുപോലെ തന്നെ ഇന്ത്യയുടെ ഭാരതത്തിന്റെ രാഷ്ട്രപിതാവാണ് അദ്ദേഹം. ഇത്തരം കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാവുന്നതാണ്. എന്തായാലും നമുക്ക് ഗാന്ധിജിയുടെ മുഖ്യമായിട്ടുള്ള ആശയങ്ങളിലേക്ക് ആണ് നമ്മൾ പ്രധാനമായിട്ട് ഈ ഒരു യൂണിറ്റിൽ കടന്നു ചെല്ലാൻ ഉദ്ദേശിക്കുന്നത്. അദ്ദേഹത്തിന്റെ ആദ്യത്തെ ഐഡിയോളജി എന്ന് പറയുന്നത് അഹിംസയാണ്. അഹിംസ എന്ന് പറയുന്നത് അഥവാ നോൺ വയലൻസ്, ഒന്നിനെയും കൊല്ലാതിരിക്കുക, അതുപോലെ തന്നെ ഹിംസ ഇല്ലാത്ത ഒരു ജീവിതമാർഗം, അതാണ് നോൺ വയലൻസ് കൊണ്ട് അദ്ദേഹം ഉദ്ദേശിക്കുന്നത്. മറ്റൊന്നാണ് സത്യം. സത്യം ദേവം എന്നാണ് അദ്ദേഹത്തിന്റെ നിലപാട് തന്നെ. സത്യത്തിന് വേണ്ടിയിട്ടുള്ള അന്വേഷണമാണ് ജീവിതം എന്നതാണ് അദ്ദേഹം പറയുന്നത്. സത്യാഗ്രഹ, ഒരു ആസ്പിരേഷൻ ഫോർ ട്രൂത്ത്, സത്യത്തിന് വേണ്ടിയുള്ള ആഗ്രഹം എന്ന് പറയാം. സത്യത്തിന്റെയും ന്യായത്തിന്റെയും നീതിയുടെയും ഒക്കെ പേരിൽ നടത്തിയ പീഡനരഹിതമായിട്ടുള്ള സമരത്തെയാണ് അദ്ദേഹം സത്യാഗ്രഹം എന്ന് പറഞ്ഞിട്ടുള്ളത്. ഒരു പാസീവ് റെസിസ്റ്റൻസ് എന്നതിനേക്കാൾ ഒരു ആധികാരികമായിട്ടുള്ള മാനസിക നിലപാടായിട്ടാണ് അദ്ദേഹം സത്യാഗ്രഹത്തെ പറയുന്നത്. ഇനി സ്വദേശി സിദ്ധാന്തമാണ്. ഇന്ത്യയുടെ സ്വന്തം ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുക, അതിനു വേണ്ടിയിട്ട് ഖാദി വസ്ത്രങ്ങൾ പ്രോത്സാഹിപ്പിക്കുക, ചർക്കയുടെ പ്രോത്സാഹനം, ഇങ്ങനെയുള്ള ഗ്രാമ സ്വരാജ് എന്നൊരു ആശയം, അതാണ് ഇദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട പൊളിറ്റിക്കൽ ഐഡിയോളജി എന്ന് പറയുന്നത്. ഓരോ ഗ്രാമങ്ങളും സ്വതന്ത്രമാവുക, അല്ലെങ്കിൽ ഓരോ ഗ്രാമങ്ങളും സെൽഫ് സഫിഷ്യന്റ് ആവുക എന്നുള്ളതാണ് ഇദ്ദേഹത്തിന്റെ പൊളിറ്റിക്കൽ ഐഡിയോളജിയുടെ ഒരു കാമ്പ് എന്ന് പറയുന്നത്. അതിനു വേണ്ടിയിട്ട് സർവോദയ, സർവരുടെയും ഉന്നമനം, ഒരു സമൂഹത്തിൽ ഏറ്റവും താഴേക്കിടയിലുള്ളവരുടെ കൂടി ഉന്നമനം ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള വികസന മാതൃകകളാണ് ഭാരതത്തിന് ആവശ്യമെന്നും, ഭാരതം ഒരുപാട് ഗ്രാമങ്ങളുടെ ഒരു കൂട്ടായ്മയാണ് ഭാരതം എന്നാണ് ഇദ്ദേഹം പറയുന്നത്. ഇനി തീർച്ചയായിട്ടും ഇന്ത്യയിൽ 1920-കൾക്ക് ശേഷമുള്ള കാലം, 1919 മുതൽ ഇങ്ങോട്ട് തന്നെ നമ്മൾ ഗാന്ധിയൻ എറ, ഗാന്ധിയൻ യുഗം എന്നാണ് ഇന്ത്യൻ ചരിത്രത്തിൽ അറിയപ്പെടുന്നത്. അപ്പോൾ 1917 ചമ്പാരൻ സത്യാഗ്രഹം മുതൽ ഗാന്ധിജി ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ സജീവമായി ഇടപെട്ടു തുടങ്ങുകയാണ്. അതുപോലെ തന്നെ ഖിലാഫത്ത് ആൻഡ് നോൺ കോപ്പറേഷൻ മൂവ്മെന്റ് 1920 30കളില് CDM, സിവിൽ ഡിസോബീഡിയൻസ് മൂവ്മെന്റുകൾ ആരംഭിക്കുന്നു. അതുപോലെ തന്നെ 42 ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റ് ആരംഭിക്കുന്നു. ഡു ഓർ ഡൈ എന്ന അദ്ദേഹത്തിന്റെ വിജ്ഞാപനം ഒക്കെ വളരെ പ്രസിദ്ധമാണ്. ഇത്രയാണ് നമ്മൾ അദ്ദേഹത്തിന്റെ പൊളിറ്റിക്കൽ ആയിട്ടുള്ള ഇന്ത്യയിലെ ഇൻവോൾവ്മെന്റുകളെ കുറിച്ച് വളരെ ഷോർട്ടായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. ബിക്കോസ് നമുക്ക് ഇവിടെ ഗാന്ധിജിയുടെ പൊളിറ്റിക്കൽ ഇൻവോൾവ്മെന്റ്സിനെ കുറിച്ചല്ല നമ്മൾ ഈ ഒരു യൂണിറ്റിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഇനി ഗാന്ധിജിയുടെ സാമൂഹ്യ ദർശനമാണ് പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം. ഈ അന്ത്യോദയ എന്ന ഒരു ലക്ഷ്യം ആണ്. അതായത് ഏറ്റവും താഴെ തട്ടിലുള്ള ആളുകളുടെ കൂടി ഉന്നമനമായിരുന്നു ഗാന്ധിജിയുടെ ലക്ഷ്യം. ഇനി തൊട്ടുകൂടായ്മ, അസ്പൃശ്യതയുടെ നിർമാർജനമാണ് ഇദ്ദേഹത്തിന്റെ ലക്ഷ്യം. നമുക്കറിയാം, നമ്മുടെ ഭരണഘടനയില് 17-ാമത്തെ ആർട്ടിക്കിൾ പ്രകാരം നമുക്ക് ഇവിടെ ഇന്ത്യയില് അസ്പൃശ്യത, അതായത് അൺടച്ചബിലിറ്റി നിരോധിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ആർട്ടിക്കിൾ പാസ്സാക്കിയ സമയത്ത് മഹാത്മാഗാന്ധി കി ജയ് എന്ന ആരവത്തോടു കൂടിയാണ് ഈ ഒരു ആർട്ടിക്കിൾ പാസ്സാക്കിയതെന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്, കേട്ടിട്ടുണ്ട്. അപ്പോൾ ഗാന്ധിജിയാണ് ഇന്ത്യയിലെ അസ്പൃശ്യത ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ട്, അഥവാ അൺടച്ചബിലിറ്റി, തൊട്ടുകൂടായ്മ നിരോധിക്കുന്നതിന് വേണ്ടിയിട്ട് മുൻകൈ എടുത്തിട്ടുള്ളത്. സ്വയം പര്യാപ്തമായ ഗ്രാമങ്ങള്, ഈ ഗ്രാമങ്ങളിലാണ് ഇന്ത്യയുടെ ഹൃദയം കുടികൊള്ളുന്നതെന്ന് ഗാന്ധിജി പറഞ്ഞു. അപ്പൊ ഗാന്ധിജിയുടെ പ്രധാനപ്പെട്ട 1-2 പുസ്തകങ്ങൾ കൂടി നമ്മളൊന്ന് അറിഞ്ഞിരിക്കണം. മൈ എക്സ്പെരിമെന്റ്സ് വിത്ത് ട്രൂത്ത് എന്നത് എന്റെ സത്യാന്വേഷണ
പരീക്ഷണങ്ങൾ എന്നത് ഇദ്ദേഹത്തിന്റെ ആത്മകഥയാണ്. അതുപോലെ ഹിന്ദ് സ്വരാജ്. ഓക്കെ, ഈ ഹിന്ദ് സ്വരാജിന്റെ ഒരു പ്രാധാന്യം എന്ന് പറയുന്നത്, പ്രത്യേകിച്ച് ആസ് എ പൊളിറ്റിക്കൽ സയൻസ് സ്റ്റുഡന്റ് ഹിന്ദ് സ്വരാജിന്റെ പ്രാധാന്യം നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്, ഗാന്ധിജിയുടെ രാഷ്ട്രീയ ആശയങ്ങൾ ഉൾക്കൊള്ളുന്ന ഗ്രന്ഥമാണ് ഹിന്ദു സ്വരാജ്. അപ്പൊ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ കാഴ്ചപ്പാടുകള്, അതുപോലെ തന്നെ സാമ്പത്തികമായിട്ടുള്ള ഇദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടുകളൊക്കെ ഉൾക്കൊള്ളുന്ന പുസ്തകമാണ് ഹിന്ദു സ്വരാജ്. അപ്പൊ ഗാന്ധിയൻ ആശയങ്ങൾക്ക് ആധുനിക സമൂഹത്തിൽ വലിയ റെലവൻസ് ഉണ്ടെന്ന് കൂടി നമ്മൾ അറിഞ്ഞിരിക്കണം. അപ്പൊ ഗാന്ധിജിയുടെ പ്രധാനപ്പെട്ട ആശയം നമ്മൾ നേരത്തെ ജസ്റ്റ് ഒന്ന് പറഞ്ഞിട്ട് പോയി, അഹിംസ, നോൺ വയലൻസ്. അപ്പൊ അഹിംസ ഇല്ലാത്തത് മാത്രമല്ല, മറിച്ച് ആരെയും പീഡിപ്പിക്കാത്ത, മാനസികമായിട്ടാണെങ്കിലും ആരെയും പീഡിപ്പിക്കാത്ത ഒരു ചിന്തയും ഒരു നിലപാടുമാണ് അഹിംസ എന്ന് ഇദ്ദേഹം പറയുന്നു. ശത്രുക്കളോട് പോലും കരുണാപൂർവ്വം പെരുമാറേണ്ടതാണെന്ന് ഇദ്ദേഹം, അതാണ് ഈ ചിന്തയുടെ ഒരു ആഴം എന്ന് പറയുന്നത്. ഇനി ട്രൂത്ത്, ജീവിതത്തിൽ ഉടനീളം ഈച്ച് ആൻഡ് എവരി ഡേറ്റ്സ് നമ്മൾ സത്യസന്ധരായിരിക്കുക, സത്യമാണ്, സത്യമേവ ജയതേ, സത്യമാണ് വിജയിക്കുക, അൾട്ടിമേറ്റ് വിജയം എന്ന് പറയുന്നത് സത്യത്തിനായിരിക്കും എന്ന ആശയത്തിൽ അദ്ദേഹം അടിയുറച്ച് വിശ്വസിച്ചിരുന്നു. അപ്പോ സത്യമാണ് ഈശ്വരൻ എന്ന് ആണ് ഇദ്ദേഹം പറയുന്നത്. ഇനി ഈ സത്യത്തിന് വേണ്ടി, അല്ലെങ്കിൽ സത്യത്തിന്റെ സോൾ ഫോഴ്സ്, നമ്മുടെ ഒരു ആത്മബലം സത്യത്തിൽ അധിഷ്ഠിതമാണെങ്കിൽ നമുക്ക് സത്യാഗ്രഹം എന്ന സമരമാർഗം അനുഷ്ഠിക്കാം. ഒരു ആസ്പിറേഷൻ ഫോർ ട്രൂത്ത്, അതാണ് സത്യാഗ്രഹം. സത്യാഗ്രഹം എന്ന ആശയം ഗാന്ധിജി മുന്നോട്ട് വെക്കുന്നു. ഇനി ഇവിടെ ശാരീരിക ബലമല്ല, മറിച്ച് ആത്മബലം, ആത്മീയമായിട്ടും ആത്മാവിനുള്ള ബലത്തിനാണ് അദ്ദേഹം പ്രാധാന്യം നൽകുന്നത്. ഇനി നമ്മുടെ ഒരു ഇന്റേണൽ പ്യൂരിറ്റി നിലനിർത്തണം, നമ്മുടെ ആന്തരികമായിട്ടുള്ള ഒരു പരിശുദ്ധി നിലനിർത്തണമെന്ന് ഇദ്ദേഹം പറയുന്നു. ഇനി വ്യക്തിപരമായിട്ടുള്ള ആചാരശുദ്ധിയും അതൊക്കെ ഓരോരുത്തരുടെയും മതപരമായിട്ടുള്ള കാഴ്ചപ്പാടുകളും ഒക്കെ അനുസരിച്ചാണ്. ഇദ്ദേഹം ഒരു കറകളഞ്ഞ ഒരു ഈശ്വര ഭക്തനായിരുന്നു. പക്ഷെ ഇദ്ദേഹം തീർത്തും ഒരു മതേതരവാദി കൂടിയായിരുന്നു. ഇന്ത്യക്ക് ഒരു മതേതര മുഖം, ഇന്ത്യയുടെ മതേതര മുഖത്തിന് വേണ്ടിയിട്ടാണ് ഇദ്ദേഹം നിലകൊണ്ടിട്ടുള്ളത്. ഗാന്ധിജി ഈശ്വരനിൽ വിശ്വസിക്കുമ്പോഴും വ്യക്തമായ മതചിന്തകൾ ഗാന്ധിജിക്ക് ഉള്ളപ്പോഴും എല്ലാ മതങ്ങളെയും എംബ്രാസ് ചെയ്യുന്ന ഒരു ആശയമാണ്, മതേതരമായിട്ടുള്ള ആശയമാണ് ഇദ്ദേഹം മുന്നോട്ട് വെച്ചിട്ടുള്ളത്. ഗ്രാമസ്വരാജ്, ഗ്രാമങ്ങളുടെ സ്വയം പര്യാപ്തതയ്ക്ക് വേണ്ടി ഇദ്ദേഹം ഈ കുടിൽ വ്യവസായങ്ങളെയൊക്കെ പ്രോത്സാഹിപ്പിച്ചു. ചർക്ക പോലെയുള്ള സ്വയം തൊഴിൽ പദ്ധതികളെ ഇദ്ദേഹം പ്രോത്സാഹിപ്പിച്ചു. ഇനി ഇദ്ദേഹത്തിന്റെ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു ആശയമാണ് ട്രസ്റ്റിഷിപ്പ് എന്ന ആശയം. സമ്പത്ത് ഉണ്ടാക്കുന്നവൻ അത് സമൂഹത്തിന് വേണ്ടിയിട്ട് ചെലവഴിക്കണം എന്ന് വെച്ചാൽ അതിന്റെ ഒരു കാരണം എന്ന് ഇദ്ദേഹം പറയുന്നത്, ഒരു സമ്പത്ത് ഒരു സ്വകാര്യ സ്വത്തായിട്ട് കാണേണ്ടതില്ല. നമ്മൾ അത് ആർജിക്കുന്നത് സ്വകാര്യമായിട്ട്, സ്വകാര്യ വ്യക്തിയാണ് ആർജിക്കുന്നതെങ്കിൽ പോലും അത് സമൂഹത്തിന് മുഴുവൻ ഉതകേണ്ടതാണ്. താൽക്കാലികമായിട്ട് അതിന്റെ ഒരു ട്രസ്റ്റിഷിപ്പ് മാത്രമാണ് ഒരു വ്യക്തിക്ക് നൽകപ്പെടുന്നത് എന്നതായിരുന്നു ഇദ്ദേഹത്തിന്റെ ആശയം. സ്വത്ത് എപ്പോഴും എന്താണ്? സമൂഹത്തിന്റെ പൊതുവായിട്ടുള്ള സ്വത്താണ്. താൽക്കാലിക സമയത്തേക്ക് ഓരോരുത്തർക്കും ട്രസ്റ്റിഷിപ്പ് പോലെയാണ് പ്രൈവറ്റ് പ്രോപ്പർട്ടി എന്നതാണ് ഗാന്ധിജിയുടെ ആശയം. അപ്പൊ ധനപരമായിട്ടുള്ള ഒരു സമത്വം സ്ഥാപിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു ആശയം ഗാന്ധിജി മുന്നോട്ട് വെക്കുന്നത്. കൂടാതെ ഡിഗ്നിറ്റി ഓഫ് ലേബർ, ഏതൊരു തൊഴിലിന്റെയും പ്രാധാന്യം അദ്ദേഹം ഉദ്ഘോഷിച്ചു. ഏത് തൊഴിലാണെങ്കിലും അതിന് ഒരു പ്രാധാന്യമുണ്ട്, അതിന് മഹത്വമുണ്ട്. ഏത് തൊഴിൽ ചെയ്യുന്നതും ഏറ്റവും മഹത്തരമായിട്ടുള്ള ഒരു പ്രാർത്ഥന പോലെയാണ് ഏതെങ്കിലും ജോലി ചെയ്യുന്നത് എന്നാണ് ഇദ്ദേഹത്തിന്റെ ആശയം. അപ്പൊ നമ്മുടെ ആത്മാഭിമാനത്തിന്റെ കൂടി ഭാഗമാണ് എന്ന് ഇദ്ദേഹം പറയുന്നു. പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട ഉദാത്തമായ ഭാവം എന്നുള്ളത് പരിസ്ഥിതിയുമായിട്ട് അഭേദ്യമായി ബന്ധപ്പെട്ട നമ്മുടെ ഒരു ഡീഡ്സ് പരിസ്ഥിതിക്ക് ഒരിക്കലും ദോഷം ചെയ്യാത്ത രീതിയിലായിരിക്കണം എന്ന് ഗാന്ധിജി പറയുന്നു. ഭൂമിയിൽ എല്ലാവർക്കും ആവശ്യത്തിനുള്ള അത്രയും വിഭവങ്ങൾ ഉണ്ടെന്നും, എന്നാൽ നമ്മുടെ ഒന്നും അത്യാർത്തി പൂർത്തീകരിക്കുന്നതിന് വേണ്ട വിഭവങ്ങൾ ഇവിടെ ഇല്ല. അപ്രകാരമാണ് ഇവിടെ വിഭവ ശോഷണം അല്ലെങ്കിൽ വിഭവ ദൗർലഭ്യം ഉണ്ടാകുന്നത്. മറിച്ച് നമ്മുടെയൊക്കെ ആവശ്യങ്ങൾ നിവർത്തിക്കാനുള്ള അത്രയും ഇവിടെയുണ്ട്. നമ്മുടെ അത്യാർത്തി മൂലമാണ് ഇവിടെ വിഭവ ശോഷണവും അതുപോലെ വിഭവ ദൗർലഭ്യവും ഉണ്ടാകുന്നത് എന്ന് ഗാന്ധിജി പറയുന്നു. ഇനി ആധുനിക കാലഘട്ടത്തിലെ ഗാന്ധിയൻ ഐഡിയോളജിയുടെ പ്രസക്തി എന്താണെന്ന് നമുക്ക് നോക്കാം. ഇന്ന് ലോകം നേരിടുന്ന പല പ്രശ്നങ്ങൾക്കും ഗാന്ധിയൻ ഐഡിയോളജിയിൽ പരിഹാരമുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം. ലോകം ഭീകരതയുടെയും അതുപോലെ തന്നെ കൊടും പ്രശ്നങ്ങളിലെ യുദ്ധങ്ങളും അത്തരം കെടുതികൾ, അഭയാർത്ഥികളുടെ പ്രശ്നങ്ങൾ, ഇങ്ങനെയുള്ള പ്രശ്നങ്ങളിലൊക്കെയാണ് ലോകം ഇന്നുള്ളത്. അപ്പോൾ ഇത്തരം പ്രശ്നങ്ങൾക്കൊക്കെ അഹിംസയുടെയും സത്യത്തിന്റെയും ഒക്കെ മാർഗത്തിൽ നമ്മൾ അതിനെ വിശകലനം ചെയ്യുകയാണെങ്കിൽ, അതിന് എല്ലാവരും തയ്യാറായാൽ ഇത്തരം യാതൊരു പ്രശ്നം ലോകത്ത് ഈ ഭീമമായ സംഖ്യ ഓരോ രാജ്യങ്ങളും അവരുടെ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ടും സൈന്യബലം
കൂട്ടുന്നതിന് വേണ്ടി ചെലവഴിക്കുന്നു. എന്നാൽ ഈ വലിയ സംഖ്യ മുഴുവൻ ആ രാഷ്ട്രത്തിന്റെ പുരോഗതിക്കും ജനനന്മയ്ക്കും വേണ്ടി ചെലവഴിക്കാം എന്നാണ് ഗാന്ധിജിയുടെ ആശയം. കാരണം അദ്ദേഹം പറയുന്നത് നമുക്ക് ആത്മബലമാണ് മുഖ്യം, അല്ലാതെ സൈനികമായിട്ടോ കായികമായിട്ടോ ഉള്ള ബലമല്ല, അതല്ല പ്രാധാന്യം എന്ന് ഇദ്ദേഹം പറയുന്നു. ഈ അഹിംസാ സമരം അത് ഒരു വിദേശ രാജ്യങ്ങളിലും ഒക്കെ നെൽസൺ മണ്ടേലയൊക്കെ ഇദ്ദേഹത്തിന്റെ ആശയങ്ങള്, അതുപോലെ മാർട്ടിൻ ലൂതർ കിങ് ജൂനിയർ, ഇവരൊക്കെ ഈ അഹിംസയുടെ ആശയം ഫോളോ ചെയ്തിട്ടുള്ള ആളുകളാണ്. സത്യത്തിന്റെ പ്രസക്തി ഇന്ന് ആധുനിക ലോകത്ത് സത്യങ്ങള് വളച്ചൊടിക്കപ്പെട്ട് പേർവേർട്ടഡ് ട്രൂത്ത് ആണ് ഇന്നുള്ളത്, അല്ലെ? വളച്ചൊടിക്കപ്പെട്ട സത്യങ്ങള്, വികലമാക്കപ്പെട്ട സത്യങ്ങള്, വികൃതമാക്കപ്പെട്ട സത്യങ്ങളാണ് ഇന്ന് ഉള്ളത്. അപ്പൊ ഇങ്ങനെ ഒരു സത്യത്തിന് വിരുദ്ധമായിട്ട് പ്രവർത്തിക്കുന്നതിന് പകരം എല്ലാവരും സത്യത്തിൽ അധിഷ്ഠിതമായിട്ട് പ്രവർത്തിക്കുകയാണെങ്കിൽ ലോകത്തിന്റെ പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കപ്പെടും. അതുപോലെ തന്നെ എല്ലാവർക്കും ഒരുപോലെ വളർച്ച ഉണ്ടാകുന്ന രീതിയിലുള്ള വികസന മാതൃകകൾ തയ്യാറാക്കുന്നതിന് ഗാന്ധിയൻ ഐഡിയോളജി വളരെ ഫലപ്രദമാണ്. കാരണം ഗാന്ധിജി പറയുന്നത് ഈ പോളിസി മേക്കേഴ്സിനോട്, നയങ്ങൾ രൂപീകരിക്കുന്നവരോടും രാഷ്ട്രീയ നേതാക്കളോടും ഒക്കെ ഗാന്ധിജിക്ക് പറയാനുള്ളത് എന്താണ്? നിങ്ങൾ ഒരു വികസന മാതൃക തയ്യാറാക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ ആ പ്രദേശത്തെ, ആ രാജ്യത്തെ ഏറ്റവും പാവപ്പെട്ടവൻ, ഏറ്റവും ദരിദ്രനായ വ്യക്തിക്ക് അതുകൊണ്ട് എന്ത് ഗുണം എന്ന് ആലോചിച്ചതിന് ശേഷം മാത്രം നിങ്ങൾ ഒരു വികസന മാതൃക തയ്യാറാക്കുക എന്ന് അദ്ദേഹം ഉപദേശിക്കുന്നുണ്ട്. അതിന്റെ കാരണം ഒരു പദ്ധതി കൊണ്ട് ഏറ്റവും സമ്പന്നരായിട്ടുള്ള അല്ലെങ്കിൽ ഉപരിവർഗത്തിന് എന്ത് നേട്ടമുണ്ടാകുന്നു എന്നതിനേക്കാളേറെ ഏറ്റവും കീഴാള വർഗത്തിന് എന്ത് നേട്ടമാണ് അതുകൊണ്ട് ഉണ്ടാകുന്നത് എന്ന് നോക്കുമ്പോൾ നമ്മുടെ സമൂഹം മൊത്തത്തിൽ വളരും. ഇതാണ് ഇദ്ദേഹത്തിന്റെ ആശയം. അതുപോലെ തന്നെ ഗ്രാമ സ്വരാജ്, ഓരോ ഗ്രാമങ്ങളും സ്വയം പര്യാപ്തമായിട്ട് ഗ്രാമീണ മേഖലയുടെ ഉന്നമനത്തിലൂടെ ഓരോ ഗ്രാമങ്ങളും സ്വയം പര്യാപ്തവും സമൃദ്ധവുമാകുമ്പോൾ ഭാരതം മുഴുവൻ സമൃദ്ധമാകുമെന്നാണ് ഇദ്ദേഹത്തിന്റെ ഒരു ആശയം. അതുപോലെ ഇദ്ദേഹത്തിന്റെ ട്രസ്റ്റിഷിപ്പ് എന്ന ആശയം, ട്രസ്റ്റിഷിപ്പും ഒരു മാനവികത പുലർത്താൻ ഏറ്റവും ഉചിതമായിട്ടുള്ള ആശയമാണ്. ഇന്ന് കോൺസെൻട്രേഷൻ ഓഫ് വെൽത്ത് ആണ് ലോക രാഷ്ട്രങ്ങളൊക്കെ അനുഭവിക്കുന്ന വലിയ പ്രശ്നം. ഇപ്പൊ ഇന്ത്യയൊക്കെ സമ്പന്നരുടെ പട്ടിക എടുത്തു നോക്കിയാൽ ഇന്ത്യയിൽ ഒരുപാട് അതിസമ്പന്നരായിട്ടുള്ള വ്യക്തികളുണ്ട്. എന്നാൽ നമ്മുടെ പെർ ക്യാപിറ്റ ഇൻകം കണക്കാക്കി നോക്കുമ്പോൾ ഓരോ വ്യക്തിക്കും കിട്ടുന്ന സമ്പത്തൊക്കെ ഹ്യൂജ് എമൗണ്ട് ആയിട്ട് നമുക്ക് കാണാൻ പറ്റും. പക്ഷെ ഇതെല്ലാവർക്കും കിട്ടുന്നുണ്ടോ? ഇല്ല. അതിന്റെ കാരണം എന്താണ്? ഈ സമ്പത്ത് മുഴുവൻ ഒന്നോ രണ്ടോ കരങ്ങളിൽ അല്ലെങ്കിൽ ഒരു കൂട്ടം ആളുകളുടെ കരങ്ങളിൽ കോൺസെൻട്രേറ്റ് ചെയ്യപ്പെടുന്ന ഒരു അവസ്ഥയാണ്. ശരിയായിട്ടുള്ള ഒരു വിതരണം, ഈ സമ്പത്തിന്റെ ഇക്വിറ്റബിൾ ആയിട്ടുള്ള ഒരു ഡിസ്ട്രിബ്യൂഷൻ ഇന്ന് നടക്കുന്നില്ല. അപ്പൊ ഇത്തരം കാര്യങ്ങളിലൊക്കെ പരിസ്ഥിതി സൗഹാർദ്ദപരമായിട്ടുള്ള വികസന മാതൃകകൾ തയ്യാറാക്കുന്നതിലൊക്കെ ഗാന്ധിയൻ ഐഡിയോളജി ഏറ്റവും റെലവെന്റ് ആയിട്ടുള്ള ഒരു ആശയമാണ്. അപ്പൊ ഇത്രയാണ് നമുക്ക് ഈ ഒരു യൂണിറ്റിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. താങ്ക് യു.